நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ തിരുവമ്മാനൈ പാട്ടിലെ അവസാനത്തെ പാട്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പെരുമകൾ മറ്റുള്ളവർക്ക് അറിയുവാനാകാത്ത പെരുമാനാം പെരുന്തുറ വാണിടുന്നോൻ വെറ്റിക്കുതിരമേൽ വന്ന് കനിവോടെ കുറ്റം പൊറുത്ത് ഗുണങ്ങൾ വാഴ്ത്തി ചുറ്റിലുള്ളവരുടെ ബന്ധമറുക്കുന്ന പഴമയാർന്നിടുന്ന കീർത്തി വാഴ്ത്തി പറ്റി നിന്നിടും ഈ ബന്ധമാം പാശത്തെ പറ്റേ അറുക്കുവാനായി നമ്മെ പറ്റി നിൽക്കുന്നോരീ പേരാനന്ദത്തെയും പോറ്റി നാം അമ്മാന പാട്ടുപാടാം. അപ്പോൾ ഈ അവസാനത്തെ പാട്ടിൽ മാണിക്യവാചകർ തനിക്ക് പറയാനുള്ളതൊക്കെ സംഗ്രഹിക്കുകയാണ്. ശിവപെരുമാൻ്റെ മഹത്വത്തെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നോക്കൂ. പെരുമകൾ മറ്റുള്ളവർക്കറിയുവാനാകാത്ത പെരുമാനാം പെരുന്തുറ വാണിടുന്നോൻ. പെരുന്തുറയിലെ ശിവക്ഷേത്രത്തിൽ വാഴുന്ന ശിവഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? പെരുമകൾ മറ്റുള്ളവർക്കറിയുവാനാകാത്ത പെരുമാനാം. പെരുന്തുറയിൽ വാഴുന്ന ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. പെരുമകൾ മറ്റുള്ളവർക്കറിയുവാനാകില്ല. അത്രയ്ക്ക് മഹത്വമേറിയ മഹാശക്തി സ്വരൂപനാണ് ശിവൻ. വെറ്റിക്കുതിരമേൽ വന്ന് കനിവോടെ കുറ്റം പൊറുത്ത് ഗുണങ്ങൾ വാഴ്ത്തി ചുറ്റിലുള്ളവരുടെ ബന്ധമറുക്കുന്ന പഴമയാർന്നിടുന്ന കീർത്തി വാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കീർത്തിയെ ഞാൻ വാഴ്ത്തി പാടുകയാണ്. എന്താണ് ആ കീർത്തി? വെറ്റിക്കുതിരമേൽ, വിജയാശ്വത്തിൻ്റെ മേലെ, കുതിരയുടെ മേലെ വന്ന് കനിവോടെ കുറ്റം പൊറുത്ത്, നമ്മുടെ എല്ലാം കുറ്റങ്ങളെ കനിവോടെ പൊറുത്ത്, രാജാതിരാജൻ്റെ ആയ പാണ്ഡ്യരാജാവിൻ്റെ കുറ്റവും വരെ പുറത്ത് ഗുണങ്ങൾ എല്ലാവർക്കും നൽകിയ ആ ഭഗവാന്റെ മഹത്വത്തെ നമുക്ക് വാഴ്ത്തിപ്പാടാം. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ പറയുന്നത് ശിവപെരുമാൻ ഒരു കുതിരപ്പുറത്ത് എഴുന്നള്ളി തെറ്റ് ചെയ്ത രാജാവായ പാണ്ഡ്യരാജാവിനെ ശിക്ഷിച്ചില്ല, പകരം മാപ്പ് കൊടുത്ത് അദ്ദേഹത്തിന് അഭയം കൊടുത്തു എന്നാണ് പറയുന്നത്. മാണിക്യവാചകരെ ശിക്ഷിച്ച പാണ്ഡ്യരാജാവിനെ കുറ്റങ്ങൾ പുറത്ത് ക്ഷമിച്ച് ആ പാണ്ഡ്യരാജാവിന് മാപ്പ് കൊടുക്കുകയാണ് ശിവൻ. കുതിരപ്പുറത്ത് കയറിയാണ് ഭഗവാൻ ഈ രാജസന്നിധിയിലേക്ക് വന്നത്. എന്നിട്ട് രാജാവിനെ ശിക്ഷിക്കാതെ രാജാവിന് മാപ്പ് കൊടുത്തു. രാജാവ് മാണിക്യവാചകരെ ശിക്ഷിക്കുകയായിരുന്നു. ആ കഥ നമ്മളിതിനു മുമ്പ് കണ്ടതാണ്. എങ്കിൽ ഞാൻ അല്ലെ രത്നചുരുക്കം വീണ്ടും പറയാം. അതായത് മാണിക്യവാചകർ പാണ്ഡ്യരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഖജനാവിലെ പണം കൊടുത്തിട്ട് പെരുന്തുറയിൽ വന്ന് ഇറങ്ങിയ അറബി കുതിരകളെ, ലക്ഷണമൊത്ത കുതിരകളെ വാങ്ങി തൻ്റെ സൈന്യത്തിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഖജനാവിൽ നിന്ന് ഒരുപാട് ധനം മാണിക്യവാചകർ എന്ന പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ട് പറഞ്ഞയച്ചു മേടിച്ചുകൊണ്ട് വരാൻ, കുതിരയെ മേടിച്ചുകൊണ്ട് വരാൻ. പക്ഷേ അദ്ദേഹം കുതിരയെ മേടിച്ചു കൊണ്ടുവന്നില്ല. ആ സമയത്താണ് ശിവഗുരുവിനെ കണ്ടുമുട്ടുന്നതും ആ ശിവഗുരുവിൻ്റെ സന്നിധിയിൽ എല്ലാം മറന്ന് ലൗകിക ജീവിതത്തോട് വിരക്തി തോന്നി ശിവപെരുമാനോടൊപ്പം ധ്യാനത്തിൽ മുഴുകി കഴിയുകയും ചെയ്തത്. രാജാവ് മാണിക്യവാചകരെ തിരക്കി ദൂതന്മാർ പറഞ്ഞയച്ചു. ഇതേവരെ കുതിരകളെ കിട്ടിയില്ല, എവിടെ പോയി മാണിക്യവാചകർ എന്നറിയാൻ വേണ്ടി ദൂതന്മാരെ അയച്ചപ്പോൾ ദൂതന്മാർ കണ്ടു ആ പണമെല്ലാം
തൻ്റെ ശിവഗുരുവിന് കൊടുത്തിട്ട് ആ ശിവഗുരുവിൻ്റെ കൂടെ ധ്യാനനിരതനായി കഴിയുന്ന ആ ശിവക്ഷേത്രങ്ങൾ നന്നാക്കാൻ വേണ്ടി ആ പണമെല്ലാം ചെലവഴിച്ചു. എന്നിട്ട് ശിവഗുരുവിൻ്റെ കൂടെ സാക്ഷാ ശിവഭഗവാനോടൊത്ത് അവിടെ കഴിയുകയാണ് എന്ന് മനസ്സിലാക്കിയ ദൂതന്മാർ ഒരു സന്യാസിയുടെ കൂടെയാണ് ഇപ്പോൾ മാണിക്യവാചകർ എന്ന് പറഞ്ഞ് രാജാവിനോട് പറഞ്ഞു, ആ പണമെല്ലാം ശിവക്ഷേത്രങ്ങൾ നന്നാക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞു. രാജാവിന് ദേഷ്യം വന്നു. നമുക്ക് ആ ഭാഗം കാണാം. അത് പെരിയ പുരാണത്തിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. രാജാവ് വീണ്ടും കോപാന്തനായി. അതായത് കുതിരകളെ കിട്ടിയില്ല. എന്നിട്ട് ആ ദൂതന്മാരെ പറഞ്ഞയച്ചു. അപ്പോൾ ശിവഗുരു പറഞ്ഞു, ആവണി മാസം 19-ാം തീയതി കുതിരകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആവണി മാസം 19-ന് കുതിരകളെ കൊണ്ട് രാജധാനിയിലെത്തിച്ചു. അവർ മാണിക്യവാചകരും അതേപോലെ തന്നെ ശിവഗുരുവുമെല്ലാം തിരിച്ചു പോന്നു. പക്ഷേ അന്ന് രാത്രി ആ കുതിരകളെല്ലാം കുറുനരികളായി മാറുകയും ആ രാജധാനിയിലെ സൂക്ഷിച്ചിരിക്കുന്ന സൂക്ഷിപ്പ് പുരയിൽ നിന്ന് പുറത്ത് ചാടി കാട്ടിലേക്ക് ഓരിയിട്ട് കൊണ്ട് പോവുകയും ചെയ്തു. രാജാവിന് കോപം ഭയങ്കരമായിരുന്നു. രാജാവ് വീണ്ടും കോപാന്തനായി. വേനലിൽ വറ്റിക്കിടക്കുന്ന വൈഗയാറ്റിലെ മണൽപ്പുറത്ത് പൊള്ളുന്ന വെയിലിൽ പ്രധാനമന്ത്രിയെ കുനിച്ചു നിർത്തി മുതുകിൽ ഭാരം കയറ്റി വച്ചു. അവിടെ നിന്ന് അദ്ദേഹം ഗുരുവിനെ പ്രാർത്ഥിച്ചു. ആ സമയം പെട്ടെന്ന് വൈകിയിൽ പൊടുന്നനവേ ഗംഗപ്രവാഹമുണ്ടായി. മധുരയെ മുക്കുമെന്ന നിലയിലായി. രാജാവ് പ്രധാനമന്ത്രിക്ക് മാപ്പ് കൊടുത്ത് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ശിവഗുരുവാണെന്ന് പറയുന്നു. ആ സമയം ശിവഗുരു കുതിരപ്പുറത്ത്, സാക്ഷാ ശിവഭഗവാൻ കുതിരപ്പുറത്ത് അവിടെ എഴുന്നള്ളുകയും ആ രംഗം ശാന്തമാക്കുകയും ചെയ്യുന്ന രംഗം. എന്നിട്ട് പാണ്ഡ്യരാജാവിന് മനസ്സമാധാനം കൊടുക്കുകയും അങ്ങനെ വൈഗയിലെ വെള്ളപ്പൊക്കത്തെ ഇല്ലാതാക്കുകയും എല്ലാം ചെയ്തു. ഇത് ശിവഗുരു സാക്ഷാൽ ശിവഭഗവാൻ തന്നെ വന്ന് പാണ്ഡ്യരാജാവിന് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുന്ന കഥയാണ് ഇവിടെ മാണിക്യവാചകർ വിവരിക്കുന്നത്. തൻ്റെ തന്നെ ജീവിതത്തിലെ ഒരനുഭവമാണിത്. ആ സമയത്ത് പാണ്ഡ്യരാജാവിൻ്റെ അടുത്തേക്ക് കുതിരപ്പുറത്ത് ശിവഗുരു വന്നിട്ട് ആ പാണ്ഡ്യരാജാവിന് മാപ്പ് കൊടുക്കുന്ന രംഗമാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. വെറ്റിക്കുതിരമേൽ വന്ന് കനിവോടെ കുറ്റം പൊറുത്തു. കനിവോടുകൂടി രാജാവിൻ്റെ കുറ്റത്തെ എല്ലാം പൊറുത്തു. എന്നിട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. ചുറ്റിലുമുള്ളവരുടെ ബന്ധമറുക്കുന്ന പഴമയാർന്നിടുന്ന കീർത്തി വാഴ്ത്തി. ചുറ്റിലുമുള്ളവരുടെ, അതായത് ശിവഭക്തന്മാരുടെ ബന്ധനങ്ങളെ മുഴുവനും ബന്ധമറുക്കുന്ന, പാശമറുക്കുന്ന പാശുപതിയാണ് ശിവൻ. അങ്ങനെ ശിവൻ തന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പാശത്തെ, ബന്ധനത്തെ, ഈ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. പഴമയാർന്നിടുന്ന കീർത്തി വാഴ്ത്തി. ഭഗവാന്റെ ഒട്ടനവധി കീർത്തികളെ നമുക്ക് വീണ്ടും വീണ്ടും വാഴ്ത്തിപ്പാടാം. പറ്റി നിന്നിടുമീ ബന്ധമാം പാശത്തെ പറ്റേ അറുക്കാനായി നമ്മെ പറ്റി നിൽക്കുന്ന ഒരു പെരുമാനെ വാഴ്ത്താം. പറ്റി നിന്നിടുമീ ബന്ധമാം പാശത്തെ, നമ്മുടെ എല്ലാം മനസ്സുകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന പാശമുണ്ട്, വാസനകളുണ്ട്. ഈ വാസനാബന്ധങ്ങളെ മുഴുവനും പറ്റി നിൽക്കുന്ന ഒരു ശിവൻ ആ ബന്ധങ്ങളെയെല്ലാം അറുക്കുന്നു. അപ്പോൾ നമ്മുടെ പാശബന്ധങ്ങളെയെല്ലാം തന്നെ ഭഗവാൻ ശിവൻ അറുക്കുന്നു. അപ്പോൾ ശിവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അതായത് ശിവൻ്റെ ഭക്തൻ്റെ പാശങ്ങളെ, വാസനാബന്ധങ്ങളെ, പറ്റി നിൽക്കുന്ന എല്ലാ വാസനാബന്ധങ്ങളെയും എല്ലാ സംസാര ദുഃഖങ്ങളെയും ഭഗവാൻ ശിവൻ അറുത്തു മാറ്റുന്നു. പാശത്തെ അറുക്കുന്നവനാണ് പശുപതി. അങ്ങനെ പാശം, പശുപതി പാശം ശൈവസിദ്ധാന്തത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതിലെ പാശം കൊണ്ട് പശുവിനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ബന്ധനത്തിൻ്റെ പാശത്തെ അറുക്കുന്നത് ശിവഭഗവാനാണ്. അതുകൊണ്ടാണ് ശിവന് പശുപതി, പശുക്കളുടെ എല്ലാം
പതിയായിട്ടുള്ളവൻ എന്ന പേര് വീണത്. അപ്പോൾ പാശത്തെ അറുക്കുന്ന ആ പശുപതി ശിവൻ്റെ മുമ്പിൽ നമുക്ക് കൈകൂപ്പി നമ്മുടെയും പാശത്തെ അറുക്കാൻ, വേരറുക്കാൻ ഭഗവാൻ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ നിർത്തുന്നു. ഓം ശിവായ നമഃ.